എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഹിന്ദി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് തയ്യാറാക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ഇംഗ്ലീഷിൻ്റെ 4 ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ അടിസ്ഥാന പാഠാവലി 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, കേരള പാഠാവലി 1 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ 7ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് മാറി, അപ്പോൾ അതിനനുസരിച്ച് എല്ലാ പാഠഭാഗങ്ങളുടെയും മുഴുവൻ വിശദീകരണങ്ങളും വിലയിരുത്താമോ എല്ലാം ഈ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് വൈസ് കാണേണ്ടവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഹിന്ദിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷത്തെയൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം 6 ആക്ടിവിറ്റീസാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി നിർബന്ധമാണ്. അതൊരു കോംപ്രിഹെൻഷൻ ആയിരിക്കും. എല്ലാ ലാംഗ്വേജിലും അങ്ങനെ തന്നെയാണ്. മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും ആദ്യത്തെ ആക്ടിവിറ്റി കമ്പൽസറിയാണ്. അപ്പോൾ ഒരു പാസേജ് തരും. ആ പാസേജ് സിമ്പിളായിരിക്കും. അതിൽ നിന്നുള്ള 5 ചോദ്യങ്ങളുണ്ടാവും, ഉത്തരങ്ങളും അതിൽ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് നല്ലവണ്ണം വായിച്ച് നോക്കുകയും വേണ്ട. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് 5 മാർക്ക് സ്കോർ ചെയ്യാം ആദ്യത്തെ ആക്ടിവിറ്റിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി ഒന്ന് വായിച്ച് നോക്കാം. ഭാരത് ഏക് विशाल देश है. भारत एक विशाल देश है. सन 1947 अगस्त 15 को भारत स्वतंत्र हुआ. भारत की राजधानी नई दिल्ली है. गांधी जी हमारे राष्ट्रपिता है. हमारा देश सत्य और अहिंसा का रखवाला है. अनेकता से एकता इसकी एक വിശേഷത है. വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ഭാരത് കി രാജധാനി കാ നാം ക്യാ ഹെ. അതിവിടെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഭാരത് കി രാജധാനി നൈ ദില്ലി ഹെ. അപ്പോൾ നൈ ദില്ലി എന്ന് പറയുന്നതിൻ്റെ സ്പെല്ലിംഗ് ഇതാണ്. അപ്പോൾ ഇതിലേതാ നൈ ദില്ലി? ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഭാരത് കബ് സ്വതന്ത്ര ഹുവ. അതും നമുക്കറിയാം അല്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും എഴുതിയാൽ മതി. 15 ഓഗസ്റ്റ് 1947. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഭാരത് കിസ്കാ രഖ്വാര ഹെ. അതിൻ്റെ ആൻസർ ഇതാ ഇവിടെ ഉണ്ടല്ലോ. ഭാരത് കിസ്കാ രഖ്വാര ഹെ. ഹമാരാ ദേശ് സത്യ ഓർ അഹിംസ കാ രഖ്വാര ഹെ. അപ്പോൾ നമ്മൾ ശാന്തി ഓർ അശാന്തിക്ക അതല്ല, ത്യാഗ് ഓർ ബലിദാൻ കാ അതല്ല, പാപ് ഓർ പുണ്യക്ക അതുമല്ല, സത്യ ഓർ അഹിംസക്ക. അപ്പോൾ 4ാമത്തെ ഓപ്ഷനാണ് ശരി. ഇനി ഹമാര രാഷ്ട്രപിത കോൻ ഹെ. അത് നമുക്കറിയാം, ഗാന്ധിജിയാണ് നമ്മുടെ രാഷ്ട്രപിത. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് ശരി. ഭാരത് കി വിശേഷത ക്യാ ഹെ. എന്താണ് വിശേഷത? ഇവിടെ ഉണ്ടല്ലേ, അനേകത മേ ഏകത. അതാണ് ഭാരതത്തിൻ്റെ വിശേഷത. നാനാത്വത്തിൽ ഏകത്വം. 3ാമത്തെ ഓപ്ഷനാണ് ശരി. ഇനി അടുത്തത് പേടിനെ കുറിച്ചാണ്. ഒരു ലഘുലേഖ തയ്യാറാക്കാനാണ്. പേടിനെ കുറിച്ചുള്ള ഒരു പദസൂര്യനാണ്. അപ്പോൾ ഇവിടെ പേടിൻ്റെ പല കാര്യങ്ങളും ഇവിടെ തന്നിട്ടുണ്ട്. ഫൂൽ, ഫൽ, വർഷ്, വാസസ്ഥാൻ, വരദാൻ, ഹരിയാലി, സ്വച്ഛ ഹവ, ഡണ്ടി ചായ, ഔഷധി. ഇത്രയും കാര്യങ്ങൾ പേടിനെ കുറിച്ചുള്ള ഹിൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ 5 സെൻറ്റൻസാണ് ഉണ്ടാക്കേണ്ടത്. ഇതിൽ എത്ര സെൻറ്റൻസ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഒരു 5 സെൻറ്റൻസ് എങ്കിലും ഉണ്ടാക്കണം. എന്താണ്? പേട് പ്രകൃതി കാ വരദാൻ ഹെ. സബി ജീവ് ജന്തോ കോ പേട് ഫൽ ദേത്തെ ഹെ. ഛായ ദേത്ത ഹെ. ഹം പേടോ കാ സംരക്ഷണം കരേ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ എഴുതാം. പേട് വർഷ് ദേത്ത ഹെ. പിന്നെ പേട് ഔഷധി ദേത്ത ഹെ. അങ്ങനെ നമുക്ക് ഒരു 5 സെൻറ്റൻസ് ഇതിൽ നിന്ന് ഉണ്ടാക്കണം. ഇനി അടുത്ത 3ാമത്തെ ആക്ടിവിറ്റി. മാലിലെ മാവലിംഗ് ഗാവ് മേ പര്യടക് ആത്തെ ഹെ. വഹാം സൂചന പഠ് ഹെ. വഹ് കൈസ ഹോഗ. അപ്പം മാവലിംഗ് ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ. മാവലിംഗ് അതിലെ വിദേശികളൊക്കെ, ടൂറിസ്റ്റുകളൊക്കെ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സൂചനാ ബോർഡ്, ഒരു പരസ്യ ബോർഡ് നമ്മൾ അവിടെ വെക്കണം. അതെന്തായിരിക്കും? മാവലിംഗ് ഏഷ്യ കെ സബ്സെ സാഫ് സുതര ഗാവ് ധ്യാൻ ദേ. പ്ലാസ്റ്റിക് ഇസ്തമാൽ ന കരേ. എന്താ ഇതിൻ്റെ? പ്ലാസ്റ്റിക് വലിച്ചെറിയരുത്.
കൂടെ കച്ചറക്കോ കൂടേതാൻമേ ഹി ഡാലോ, കച്ചറകൾ അതായത് വേസ്റ്റുകളൊക്കെ വേസ്റ്റ് ബിന്നിൽ തന്നെ ഇടണമെന്ന്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു നോട്ടീസ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, എന്താണ് പ്ലാസ്റ്റിക് കാ ഇസ്തമാൽ ന കരേ കൂടെ കച്ചറക്കോ കൂടേതാൻമേ ഹി ഡാലോ. ഇനി അടുത്ത ആക്ടിവിറ്റി, 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. സൂചന കവിതാംശ പഠയോ और प्रश्नों के उत्तर लिखे. ഇത് കവിത വായിക്കാം. ഓക്കെ, यह धरती है उस किसान की जो बैलों के कंधों पर बरसात गाम में जुआ भाग्य का रख देता है गूंज छाड़ती हुई वायु में पैनी कुसी खेत के भीतर दूर कलेजे तकले जाकर जीत डालता है मिट्टी को. അപ്പോൾ ഈ പദ്യഭാഗം നമ്മൾ വായിച്ചതാണ്, നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണുള്ളത്. ഗൂൺ ചാർത്തി വായു യഹ് പ്രയോഗ കാ മത്ലബ് ഹെ. ഇവിടെ നിങ്ങൾ വായിച്ചല്ലോ, ഗൂൺ ചാർത്തി ഹുയി വായുമേ. അങ്ങനെ പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നത്? യഹാം ഹവാക്കി തീവ്രതക്കോ സൂചിത്തി ഹെ. ഇവിടെ എന്താണ്? വായുവിൻ്റെ അതായത് കാറ്റിൻ്റെ വേഗതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കൂൺ ചാർത്തി വായു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹവാക്കി തീവ്രത. ഇനി അടുത്ത് സഹി മിലാൻ കർക്കെ ലിഖെ കിസാൻ വർഷ് ബൈൽ ഖേത്ത് ഹവ ധർത്തി ധൂപ് കന്ത്. അപ്പോൾ കിസാൻ എന്ന് പറയുമ്പോൾ ധർത്തി അല്ലേ, ധർത്തി ഹേ കിസാൻ കി. അപ്പോൾ നമുക്ക് കിസാനെ ധർത്തിയുമായിട്ട് നമുക്ക് മാച്ച് ചെയ്യാം. ഇനി അടുത്ത വർഷ് എന്താണ്? ബൈലോ കെ കെന്തോപ്പർ, ബൈലോ കന്ത്, ബൈൽ എന്ന് പറയുമ്പോൾ കന്ത്, അത് നമുക്കിവിടെ ചെയ്യാം. പിന്നെ വർഷ് നമുക്ക് ഹവായുമായിട്ട് കണക്ട് ചെയ്യാം, ഖേത്ത് ധൂപ്.